ഹായ്. ഹായ്. ഇന്ന് നമ്മുടെ നാട്ടിലെ പൂരാണ് കേട്ടോ. തൃശ്ശൂര് കുന്നംകുളം ഭാഗത്തെ കിഴൂര് പൂരാണ്. പൂരങ്ങളുടെ ഒരു ഏരിയ ആണ് ഈ കുന്നംകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ ജില്ലയില് ഈ ആനപ്പൂരത്തിന്റെ കാര്യത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ടോപ്പ് വരുന്ന ഈ കുന്നംകുളം ഭാഗങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഭാഗത്തുള്ള ഒരു മെയിൻ ഒരു പൂരാണ് കിഴൂർ പൂരം. അതെ, ഇപ്രാവശ്യം ആനകളൊക്കെ കുറവാണ്, എങ്കിലും നമ്മള് ഉത്സവം കലക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് പൂരത്തിന്റെ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം. അമ്മയുടെ അടുക്കള ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് അമ്മ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇന്ന് ബീഫാണല്ലേ അല്ലേ? നമ്മള് ഉച്ചക്കുള്ള ഫുഡ് ചോറും മീൻകറി, അതുപോലെ തന്നെ മീൻ വറുത്തതും ബീഫ് വരട്ടിയതൊക്കെ ഉണ്ട്. പിന്നെ സാലഡ്, സർലാസ് എന്നാണ് നമ്മുടെ ഇവിടെ പറയുക. അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഉച്ചത്തെ ഫുഡ്. ഏട്ടനും മാമനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ. അപ്പോൾ വെറുതെ തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൊള്ളില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഏട്ടനെ അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നത് അവനെ തീരെ ഇഷ്ടമല്ല, എങ്കിലും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാമൻ്റെ മക്കളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിപ്പാട്ടമൊക്കെ രാവിലെ തന്നെ പോയി മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പൂരം കമ്മിറ്റിക്കാർ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ വന്നതാണ്. ഇതിൽ കമ്മിറ്റിയിൽ അധികം ആളും ആനയൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് അവർ സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നു. ഇവർ തന്നെ രണ്ടാമതും പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ നമ്മുടെ ആ ഫ്രണ്ടിലത്തെ റോഡിൽ നിന്ന് തന്നെയാണ് എഴുന്നള്ളിക്കുക. ഇത് ചേച്ചിയും കുട്ടികളാണ് കേട്ടോ. അതും റോഡിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പ് കാണാൻ വേണ്ടി വന്നതാണ്. ആൾ ഉറക്കച്ചടവിലാണ്, അതുകൊണ്ടാണ് ഹായ് ഒന്നും പറയാത്തത്. ഇത് രണ്ടാമത്തെ കുട്ടിയാണ്. മൂത്ത മോന് അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഇവിടുത്തെ ഈ സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് നേരെ പൂരപ്പറമ്പിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൂരപ്പറമ്പ് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ഒരു ടോപ്പാണ് ഇടുന്നത്. റെഡി ആവാൻ പോവാണ്. ഇവിടെ കറണ്ട് ഇല്ല, അതാണ് കുറച്ച് ഡിമ്മായിട്ട് കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ റെഡി ആയിട്ട് കാണാം. റെഡി ആയിട്ട് പകുതി ആയപ്പോഴാണ് കേട്ടോ നമ്മുടെ അവിടെ ആനപ്പുരം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. രണ്ടാമത്തെ സെറ്റും കൂടെ വന്നപ്പോൾ ഞാനും ഏട്ടനും കൂടി റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ തൊട്ട് കുറച്ചും കൂടി അകലത്ത് നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ അങ്ങോട്ട് അങ്ങനെ നടന്നില്ല. ആനകളുടെ വണ്ടിയും എല്ലാം ഇവിടെയാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്. ഇനി അവർ ഇതേപോലെ നേരെ അങ്ങോട്ട് അമ്പലത്തിലേക്ക് കൊട്ടി കയറുകയാണ് ചെയ്യുക. ഓരോ സ്റ്റോപ്പിലും ഇതേപോലെ നിർത്തി കൊട്ടുന്നുണ്ട്. ഇതിൽ കമ്മിറ്റിക്കാർക്ക് ആനേനാണ് കുറച്ച്, കാരണം സാധാരണ 2 ആന 3 ആനയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഓരോ ആനേനെയാണ് എല്ലാവരും ഇറക്കിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വേഗം പോയിട്ട് റെഡിയായി. എന്നിട്ട് പൂരപ്പറമ്പിലേക്ക് നേരെ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. ഇറങ്ങുന്ന സമയത്ത് തന്നെ അടുത്ത കമ്മിറ്റി ആനേനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം വണ്ടിയിൽ ഇരുന്ന് കണ്ടു. എന്നിട്ട് വേഗം നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത്. അധികം പോയിട്ടും കാര്യം ഉണ്ടായില്ല. അവിടെ അടുത്ത കമ്മിറ്റിയുടെ പ്രോഗ്രാം തുടങ്ങി ആകെ ബ്ലോക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി. പിന്നെ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ട് നടന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കമ്മിറ്റി നമ്മുടെ ആ സ്റ്റോപ്പിൽ നിന്ന് എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ പോകുന്ന ഡയറക്ഷനിലേക്കാണ് അമ്പലം. ഇവിടുന്ന് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ഓരോ ഇടവഴികളിൽ നിന്നിട്ടും ഓരോ കമ്മിറ്റിക്കാരുടെ പൂരങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് പോളിടെക്നിക്കാണ് വൈശ്ശേരി ഉള്ളത്. അവർക്കൊക്കെ ഒന്ന് ലീവാണ് കേട്ടോ. അപ്പം നമ്മൾ ആ അമ്പലത്തിലേക്കുള്ള കയറ്റം കയറുന്ന സമയത്ത് അവിടെ നിന്നും ഒരു കമ്മിറ്റി എഴുന്നള്ളിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളത് അവിടെ കുറച്ച് നേരം നിന്ന് കണ്ടു. എന്നിട്ട് അവരവിടെ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ കൂടെ പോയിട്ട് നേരെ അമ്പലത്തിൻ്റെ ആ സൈഡിലോട്ട് കയറി. ശരിക്കും ഈ കയറ്റം കയറി വരുമ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിയിരുന്നു. അവിടെ സൈഡിലായിട്ട് 2 സൈഡിലായിട്ടും കടകളൊക്കെ ഉണ്ടായിരുന്നു. നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള പന്തൽ കണ്ടു. അതുപോലെ കുന്നത്തെ പന്തൽ രാത്രി കാണുന്ന പോലെയല്ല കേട്ടോ. രാത്രി ലൈറ്റൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഭംഗിയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവർ കാണുക. അപ്പോൾ ആനകളെ നിർത്താനുള്ള സ്പേസൊക്കെ നോക്കി അകലത്തിൽ നിർത്തണം എന്നുള്ളതുകൊണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൂര്യനെ കണ്ടത്. ഇപ്പോൾ ഒരുത്തൻ ടാറ്റ തരും, അവനെന്നെ വിളിച്ചതാണ് കേട്ടോ. അവിടെ ഒറ്റയ്ക്ക് കൂട്ടുകാരെ കാത്തിക്കാണ്. നമ്മൾ അവിടെ നിന്നൊക്കെ കണ്ട് തൊട്ടപ്പുറത്തുള്ള വഴിയിൽ കൂടെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഐസ്ക്രീം എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ കടകളിലൊന്നും അങ്ങനെ കയറാൻ നിന്നില്ല കേട്ടോ. നടന്ന് ഒരുവിധമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചോക്കോബാറും ഏട്ടനൊരു കോൺ ഐസ്ക്രീമും മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞ്, അതേപോലെ ഒരുപാട് കമ്മിറ്റികൾ അവിടെയും ഇടവഴികളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് വീട്ടിലേക്ക് നടന്നു.
നമ്മൾ പോയ സ്ഥലത്ത് തന്നെ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. കമ്മിറ്റിക്കാരൊന്നും മുഴുവനായിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പൂരം. പിന്നെ എഴുന്നള്ളിച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് അമ്മയ്ക്ക് ഐസ്ക്രീം മേടിച്ചിട്ട് നേരെ പിന്നെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ് ചെയ്തത്. റോഡ് ആകെ കമ്മിറ്റിക്കാരുടെ ഈ പേപ്പറിൻ്റെ കളർ പേപ്പർ, ഇത് എന്താണ് പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതായിരുന്നു കേട്ടോ. നമ്മൾ നടക്കുമ്പോഴൊക്കെ അതിങ്ങനെ കാലിൻ്റെ സൈഡിൽ കൂടെ പറക്കായിരുന്നു. പിന്നെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തെത്തി വണ്ടി കയറി നേരെ വീട്ടിലേക്ക് പോവാണ്. ഏട്ടൻ ഇന്ന് തന്നെ തിരിച്ച് പോകണം കേട്ടോ ഏട്ടൻ്റെ വീട്ടിലോട്ട്. അതുകൊണ്ടാണ് നേരത്തെ ആനപ്പൂരവും തെയ്യമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് പോകുന്നത്. ഏട്ടനും മാമനും ഇന്ന് തന്നെ പോവും. ഇരുട്ടാവുന്നതിന് മുന്നേ ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ്. മാമനിവിടെ മക്കൾക്ക് മേടിച്ചിട്ടുള്ള കളിപ്പാട്ടമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ അവർക്ക് അവിടേക്ക് കൊണ്ടുപോകാനുള്ള പലഹാരവും സാധനങ്ങളും ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അവരിറങ്ങി. ഞാൻ ബാക്കിയുള്ള പൂരത്തിൻ്റെ ക്ലിപ്സ് ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഇവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പൂരത്തിൻ്റെ അതേ മൂഡ് തന്നെ അങ്ങോട്ട് പോയി കേട്ടോ. പിന്നെ വൈകുന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബ്രദർ അലുവയും ചുവന്ന മിഠായിയും തേന്നിലാവൊക്കെ കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങളിപ്പോൾ അങ്ങനെ മേടിക്കാറില്ല. ഈ ചുവന്ന മിഠായിയൊക്കെ കഴിച്ചതും കണ്ട കാലമൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ നല്ലോണം കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു കഷ്ണം അലുവ എടുത്ത് കഴിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നു. അപ്പോൾ ഞാനിനി പൂരത്തിൻ്റെ ക്ലിപ്സ് ആഡ് ചെയ്യാം.